ലൈംഗിക അതിക്രമങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന പോഷ് ആക്ട് നിലവിൽ വന്നിട്ട് 11 വർഷമാകുന്നു. 1999 രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലെ ഭാൻവാരി എന്ന സ്ത്രീയുടെ ആത്മധൈര്യത്തിന്റെ ഫലമാണ് പോഷ് ആക്ട്. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരായ നിയമം. സമകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാം പോഷ് ആക്ട് അഥവാ പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട്. സ്വാഗതം കോഡ് ഫോർ ദ പീപ്പിളിലേക്ക്. കളുടെ തുടക്കത്തിൽ രാജസ്ഥാൻ സർക്കാർ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെയും സ്ത്രീകളുടെ ഉന്നമനത്തിനായും ഒരു പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചു. രാജ്യത്ത് അങ്ങനെ ഒരു നടപടി ആദ്യമായിരുന്നു. യുനിസെഫിന്റെ സഹകരണത്തോടെ സ്ത്രീ ശാക്തീകരണ പരിപാടി. വിവിധ ജില്ലകളിലായി ഗ്രാമങ്ങളിലെ സ്ത്രീകളെ തന്നെ ചുമതലപ്പെടുത്താൻ തീരുമാനമായി. രാജസ്ഥാനിലെ 5 ജില്ലകളിൽ നിന്നായി ഗ്രാമീണ സ്ത്രീകളുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. അവരിൽ ഒരാളായിരുന്നു ഭാൻവാരി. 200 രൂപ മാസക്കൂലിയിൽ ഭാൻവാരി ജോലി ആരംഭിച്ചു. സ്ത്രീകൾക്കെതിരെ ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീതിയും അതിക്രമങ്ങളുമാണെന്ന് ഭാൻവാരി മനസ്സിലാക്കി. ഗ്രാമത്തിലെ 9 വയസ്സുള്ള പെൺകുട്ടിയുടെ വിവാഹം നടക്കാൻ പോകുന്നതായി ഭാൻവാരി റിപ്പോർട്ട് ചെയ്തു. 1992 സെപ്റ്റംബർ 22-ന് 9 വയസ്സുകാരിയുടെ കുടുംബത്തിലെ 5 പേർ ഭാൻവാരിയുടെ കൃഷിയിടത്തിലെത്തി അവരുടെ പങ്കാളി മോഹൻലാലിനെ തല്ലിച്ചതച്ചു. അലർച്ച കേട്ട് ഓടിയെത്തിയ ഭാൻവാരിയെ കൂട്ട ബലാത്സംഗം ചെയ്തു. ഭാൻവാരി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അവർ നിയമ പോരാട്ടം നടത്തി. ആ ഘട്ടത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകരുടെ ഹർജി വന്നു. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ 1997. കേസ് പരിഗണിക്കവേ ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമമില്ലെന്ന് കോടതി വിലയിരുത്തി. അങ്ങനെ വിശാഖ ഗൈഡ് ലൈൻസ് എന്ന പേരിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള സംവിധാനത്തിന് രൂപം നൽകി. സ്ത്രീകൾക്കെതിരെ എല്ലാത്തരം അതിക്രമങ്ങളും ഇല്ലാതാക്കുന്നതായിരുന്നു വിശാഖ ഗൈഡ് ലൈൻസ്. ഈ ശ്രമവും വിഫലമാണെന്ന വിമർശനങ്ങൾ ഉയർന്നു. കുറച്ചുകൂടി കാര്യക്ഷമമാകുന്ന നീക്കങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം പല കോണിൽ നിന്നും ഉയർന്നു. ദേശീയ വനിതാ കമ്മീഷൻ 2000, 2003, 2004, 6 വർഷങ്ങളിലായി ജോലി സ്ഥലത്തെ പെരുമാറ്റ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് രൂപരേഖ സമർപ്പിച്ചു. അങ്ങനെയാണ് ജോലി സ്ഥലത്തെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ബില്ല് 2007 അന്നത്തെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്നത്. പിന്നീട് അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു. പല ഭേദഗതികളിലൂടെ കടന്നു പോകുകയും ചെയ്തു. ഒടുവിൽ 2013 ഡിസംബർ 9-ന് പോഷ് ആക്ട് നിലവിൽ വന്നു. പോഷ് ആക്ട് പ്രകാരം ആരെയാണ് തൊഴിലാളിയായി കണക്കാക്കുക? സ്ഥിരമായോ താത്കാലികമായോ കരാർ അടിസ്ഥാനത്തിലോ അപ്രന്റീസോ ഇന്റേണോ തൊഴിലുടമയുടെ അറിവില്ലാതെ ജോലി ചെയ്യുന്നവരോ ആയാലും പോഷ് ആക്ട് പ്രകാരം അവർ തൊഴിലാളിയാണ്. അവർക്ക് ജോലി സ്ഥലത്തെ പീഡനങ്ങളിൽ പരിഹാരം തേടാം. സാധാരണ പരമ്പരാഗത ഓഫീസ് സംവിധാനങ്ങൾ മാത്രമല്ല, അല്ലാത്ത എല്ലാത്തരം സംവിധാനങ്ങളും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. യുനിസെഫിന്റെ സഹകരണത്തോടെ സ്ത്രീ ശാക്തീകരണ പരിപാടിക്കായി 200 രൂപ മാസശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളിയായിരുന്നു ഭാൻവാരി. അവർ തൊഴിലെടുത്തതിനാണ് ലൈംഗികാക്രമണത്തിന് ഇരയായതും. പോഷ് ആക്ട് പ്രകാരം ലൈംഗിക അതിക്രമത്തെ എങ്ങനെ നിർവചിക്കാം? ശാരീരികാക്രമണം, ലൈംഗിക ആവശ്യങ്ങൾക്കായുള്ള അഭ്യർത്ഥന, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, പോണോഗ്രഫി കാണാൻ പ്രേരിപ്പിക്കുക, ശാരീരികമോ വാക്കാലുള്ളതോ അല്ലാത്തതോ ആയ ലൈംഗിക പെരുമാറ്റം എന്നിവയ്ക്കെതിരെ പോഷ് ആക്ട് പ്രകാരം പരാതിപ്പെടാം. തൊഴിൽദാതാവിന്റെ ചുമതലകൾ. 10-ൽ കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഏത് സ്ഥാപനത്തിനുള്ളിലും ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി അഥവാ ICC രൂപീകരിക്കണം. അതിന്റെ തലപ്പത്ത് ഒരു വനിതയായിരിക്കണം. കുറഞ്ഞത് 2 വനിതാ ജീവനക്കാരെങ്കിലും കമ്മിറ്റിയിൽ ഉണ്ടാകണം. കൂടാതെ മുതിർന്ന തലങ്ങളിൽ നിന്നുള്ള അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കാൻ 5 വർഷത്തെ പരിചയമുള്ള ഒരു NGOയും 3-ാം കക്ഷിയായി ഉൾപ്പെടുത്തണം. ഗാർഹിക തൊഴിലാളികൾ, സർക്കാർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരുടെ പരാതികൾ സ്വീകരിക്കാൻ ജില്ലകൾ തോറും ഒരു ലോക്കൽ സെൽ രൂപീകരിക്കാനും നിയമം അനുശാസിക്കുന്നു. എങ്ങനെ പരാതിപ്പെടാം? അതിക്രമം നടന്ന് 3 മാസത്തിനുള്ളിൽ ICCക്ക് മുൻപിലോ LCക്ക് മുൻപാകെയോ പരാതി എഴുതി നൽകാം. ഈ 3 മാസ കാലയളവ് അടുത്ത 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനും ICCക്ക് സാധിക്കും. എല്ലാ വർഷാവസാനവും നൽകിയ ലൈംഗികാതിക്രമ പരാതികളുടെ എണ്ണത്തെക്കുറിച്ചും സ്വീകരിച്ച നടപടികളെക്കുറിച്ചും തൊഴിൽദാതാവ് ജില്ലാ ഓഫീസർക്ക് വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് നൽകണം. ഒരു ICC രൂപീകരിക്കുന്നതിൽ തൊഴിലുടമ പരാജയപ്പെടുകയോ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയോ ചെയ്താൽ 50,000 രൂപ വരെ പിഴ നൽകണം. മറ്റാർക്കെങ്കിലും പരാതി സമർപ്പിക്കാനാകുമോ? അതിക്രമത്തിനിരയായ വ്യക്തി പരാതിപ്പെടാനാകുന്ന സ്ഥിതിയിലല്ലെങ്കിൽ അവരുമായി നിയമപരമായ ബന്ധമുള്ള ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. പരാതി സമർപ്പിച്ചതിന് ശേഷം കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടോ എന്ന് ICC പരിശോധിക്കും.
കക്ഷികളുമായി ആശയവിനിമയം നടത്തും. ഒത്തുതീർപ്പിനായി പണമിടപാട് നടത്തരുതെന്നും നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. ഒത്തുതീർപ്പായാൽ ഒരു നിയമ നടപടിയും അതിന്മേൽ പിന്നീട് എടുക്കില്ല. ഒത്തുതീർപ്പ് നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പരാതിക്കാരിക്ക് വീണ്ടും ICCയെ സമീപിക്കാം. ICC പരാതി അന്വേഷിക്കുകയോ പോലീസിന് കൈമാറുകയോ ചെയ്യണം. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിബന്ധനയുണ്ട്. തൊഴിലിടത്ത് സ്ത്രീ സുരക്ഷയ്ക്കായി ഇത്രയൊക്കെ നിയമവ്യവസ്ഥകൾ നിലനിൽക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. 2022-23 വർഷത്തെ അപേക്ഷിച്ച് 29% വർധനയാണ് കേസുകളുടെ എണ്ണത്തിലുണ്ടായത്. 2022-23 1807 കേസുകൾ, 2023-24 അത് 2325 കെട്ടിക്കിടക്കുന്ന കേസുകൾ 2022-23 വർഷത്തിൽ 260 ആണെങ്കിൽ 2023-24 67% വർദ്ധിച്ചു. 32 വർഷം മുൻപ് താൻ നേരിട്ട അതിക്രമത്തിന്റെ പേരിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച ഭാൻവാരി രാജ്യത്തെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ദ പ്രിന്റിനോട് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. 30 വർഷം മുൻപ് ഞാൻ ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് വിശ്വസിക്കുവാനോ ഒപ്പം നിൽക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നും ആ പെൺകുട്ടികളെ വിശ്വസിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. ഇന്ത്യയുടെ പെൺമക്കൾക്ക് ഇപ്പോഴും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ 3 ദശാബ്ദങ്ങൾക്കപ്പുറം ഞാൻ നിശബ്ദയാകാതിരുന്നതിന് എന്തർത്ഥമാണ് ഉണ്ടായിട്ടുള്ളത്? जी न्याय तो कोनी मिली, एक बार सरकार की कलम से न्याय मिलने चाहिए. സഹോദരി, എനിക്ക് നീതി ലഭിച്ചില്ല. സർക്കാർ ഒരിക്കലെങ്കിലും നീതി നടപ്പാക്കണമായിരുന്നു. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.